ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം അള്ളാഹ് പറഞ്ഞു തരാണ്. എന്താ പറഞ്ഞു? എല്ലാവരുടെ മനസ്സിലും പിശുക്കുണ്ട് എന്നാണ്. ശുഹ് എന്ന് പറഞ്ഞാൽ സാധാരണ പിശുക്കല്ല. ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടണം, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഈ ഭാര്യമാർ പറയും, ഓരെന്താ പറയുക, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തതിൻ്റെ പ്രശ്നം, അയാൾക്ക് എൻ്റെ പൊന്നിരിക്കാൻ ഓർമ്മയില്ല, എനിക്ക് സമയം തരാൻ ഒഴിവില്ല, അതേപോലെ എന്നോടൊന്നും മിണ്ടലില്ല, സംസാരിക്കലില്ല, എൻ്റെ സങ്കടങ്ങൾ കേൾക്കലില്ല, പിന്നെ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കൂല, എന്തൊക്കെയാ പറയാനുള്ളത്. അതൊക്കെ ശരിയായിരിക്കാം. തിരിച്ച് ഭർത്താവിനും പറയാണ്ട് ഞാൻ വന്നാൽ അവൾക്കൊരു മൈൻഡില്ല, ഞാൻ വന്നു എന്നുള്ളൊരു തോന്നലില്ല, എന്നോടൊരു വർത്തമാനം പറയാൻ നേരമില്ല, എൻ്റെ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല, ഞാൻ വിളിച്ചാൽ അവൾ വരൂല, എന്തൊക്കെ പറയാണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ ചോദിക്കുന്നത്, അവൾക്ക് കിട്ടേണ്ടതെല്ലാം അവൾക്ക് അറിയാലോ. അതുകൊണ്ടല്ല ഇപ്പോൾ ഈ മണിക്കൂർ കണക്കിന് പറഞ്ഞത്. അവന് കിട്ടേണ്ടത് അവനും അറിയാം. എന്നാൽ അവർ കൊടുക്കേണ്ടതില്ലേ? ഭർത്താവിന് അവൾ കൊടുക്കേണ്ടതില്ലേ? ഭാര്യയ്ക്ക് അവൻ കൊടുക്കേണ്ടതില്ല. ആ കൊടുക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് ഓർമ്മയില്ല. കിട്ടേണ്ടതിനെ കുറിച്ച് ഓർമ്മയുള്ളതുപോലെ കൊടുക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. ഈ ഷുഹിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അറബിയിൽ ഇറങ്ങൽ എൻ്റെ വിപരീത പദം സമാഹത്താണ്. എന്താ സമാഹത്ത് എന്നാൽ? എന്താ അറിയും? നിർലോഭമായി കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടാത്തതിൽ സംതൃപ്തിപ്പെടുക. എനിക്ക് അത്ര മതി, അവളെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, അവിടെ അത്ര മതി, അദ്ദേഹത്തെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതോ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കരുത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ അവളുടെ എല്ലാ പ്രശ്നവും തീർന്നു. എൻ്റെ ഭർത്താവിന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് നിങ്ങളുടെ ഭാര്യ തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ പരാതികളിൽ മാനസികമായി നമുക്ക് സംതൃപ്തിപ്പെടാൻ പറ്റിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സഹോദരങ്ങളെ പരിഹാരമായി.